നമസ്കാരം. വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 39:7. ഈ വചനത്തിൽ പ്രത്യാശയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവാണ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു പ്രത്യാശ. അതിനുവേണ്ടിയാണ് നമ്മളെപ്പോഴും എല്ലാവരും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഒരു മൂലകാരണമെന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവാണ്. ആ രണ്ടാം വരവിൽ ദൈവത്തിൻ്റെ മക്കളായിട്ടുള്ള ഓരോരുത്തരെയും കർത്താവായ യേശുക്രിസ്തു ചേർത്തുകൊള്ളും. അതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ വെളിപ്പാടിൻ്റെ പുസ്തകത്തിലും തുടർന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ കുറിച്ചുള്ളൊരു പ്രത്യാശയാണെന്നാണ് ഈ ഒരു വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏവർക്കും വചന സമീക്ഷയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഓരോരുത്തരെക്കുറിച്ച് ചിന്തിക്കണം. കാരണം നമ്മൾ സമൂഹത്തിലുള്ള ഓരോരുത്തരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്കൊന്നും കർത്താവിനെ കുറിച്ചുള്ളൊരു പ്രത്യാശ ഉണ്ടാകണമെന്നില്ല. കാരണം ദൈവത്തെ അറിയുന്നവർ മാത്രമേ ആ ഒരു പ്രത്യാശയാൽ മുൻപോട്ട് പോവുകയുള്ളൂ. പക്ഷേ ചിലരൊക്കെയും ചിന്തിക്കാറുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ. കാരണം ഒരുപാട് പേർ നമ്മളൊക്കെ ബൈബിളിൽ വായിക്കുകയും അതുപോലെ തന്നെയാണ് ഒരുപാട് പേരോട് നമ്മൾ ഈ ഒരു കാര്യം പറയാറുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ രണ്ടാം വരവിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരടുത്ത് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കഥകളിലൂടെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചെറിയൊരു മോറൽ സ്റ്റോറിയാണ് ഞാനിന്ന് പറയുന്നത്. അതിനു മുൻപ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? കോട്ടയത്ത് നിന്നും മറിയാമ്മ കുര്യനാണല്ലേ. ആൻറ്റി, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഞാനും അപ്പച്ചനും ഇപ്പൊ ഇവിടെ ഉള്ളൂ. മകന്റെ മകൻ ഇവിടെ ഉണ്ട്. അത് കോട്ടയത്തിന് പോയിരിക്കും. ആണോ? ഓക്കെ. അപ്പോൾ ആൻറ്റി ബൈബിൾ പിള്ളേരാണ് എനിക്ക്. മാറി താമസിക്കുന്നു. ആണോ? നല്ല കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇസ്രായേലിൻ്റെ പരിശുദ്ധനിങ്കലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ യെരൂശലേം സഹായത്തിനായി എവിടേക്കാണ് പോയത്? ഇസ്രായേലിൽ നിന്ന് കുതിരകളെ മനസ്സൂന്നി രഥവാദികളുള്ള കുതിരച്ചേവർ മഹാബലവാന്മാരാകൊണ്ടും അവരിൽ ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ പറയുന്നുണ്ടല്ലേ മിസ്രൈമിലേക്കെന്ന്. അപ്പോൾ ആൻസർ മിസ്രൈമിലേക്കെന്നാണ് കേട്ടോ. കറക്റ്റാണ് കേട്ടോ ആൻസർ. ഓക്കെ, ആൻറ്റി ഇന്നൊരു പാട്ട് പാടുന്നുണ്ടോ? പാടിക്കോളൂ. ആരുമില്ലേ യേശുവല്ലാതെ എനിക്കാരുമില്ലേ, ആരുമില്ലേ യേശുവല്ലാതെ എനിക്കാരുമില്ലേ. ആഗതനാമെന്നരികിലേശു ആകുലത്തിൽ ഞാൻ താണിടുമ്പോൾ, ആഗതനാമെന്നരികിലേശു ആകുലത്തിൽ ഞാൻ താണിടുമ്പോൾ, ജീവിതമരുവിൽ ഏകനായി ഞാൻ ഭാരങ്ങളാൽ തളർന്നിടുമ്പോൾ, തളരാതെ എന്നെ കാത്തിടുമേശു താങ്ങി നടത്തിയിടും തൻ കരത്താൽ, തളരാതെ എന്നെ കാത്തിടും യേശു താങ്ങി നടത്തിയിടും തൻ കരത്താൽ. ഓക്കെ, നല്ല പാട്ടായിരുന്നു കേട്ടോ. ഓക്കെ ആൻറ്റി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം: സഹായത്തിനായി മിസ്രൈമിലേക്ക് ആശ്രയിക്കുന്ന ആർക്കാണ് അയ്യോ കഷ്ടം എന്ന് പ്രവാചകൻ പറയുന്നത്? ആശ്രയിക്കുന്നവർക്ക്. ആണോ? ചോദ്യം ഒരിക്കൽ കൂടെ പറയാം. സഹായത്തിനായി മിസ്രൈമിലേക്ക് ആശ്രയിക്കുന്ന ആർക്കാണ് അയ്യോ കഷ്ടം എന്ന് പ്രവാചകൻ പറയുന്നത്? യഹോവയെ അന്വേഷിക്കാത്തവർക്ക്. അതാരാണ്? ഏതൊരു വിഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്?
യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനെ മിസ്രയീമിൽ ചെന്ന് കുതിരകളിൽ ആശ്രയിക്കുന്നവർക്ക്. ആൻറ്റി മിസ്രൈമിനെ ആശ്രയിക്കാൻ പോയത് യെരൂശലേമിലല്ലേ? അതെ, അപ്പോൾ ആൻസർ എന്താ? യെരൂശലേമുകാർ. അതെ, കറക്റ്റാണ് കേട്ടോ. ഓക്കെ, ഇനി ആൻറ്റിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ കഥാപാത്രത്തെക്കുറിച്ച് പറയാമോ? രൂത്ത്. ഓക്കെ, എന്താ രൂത്തിനെ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താ? രൂത്ത് വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു, ദൈവഭയമുള്ളവളായിരുന്നു. മരുമക്കളുമായിട്ട് അവിടെ ക്ഷാമം വന്നപ്പോൾ മരുമക്കളുമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് മരുമക്കൾ ഒരെണ്ണം പോയില്ല, ഒരാള് പോയി. അവിടെ ചെന്ന് അവിടെ വയലിലൊക്കെ പോയി ജോലിയെടുത്ത് കതിരൊക്കെ പെറുക്കിയെടുത്ത് ഉപജീവനം കഴിച്ചു. ബോവസിന്റെ വയലിന്റെ പോയെ. അതെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. പിന്നീട് രൂത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ. എല്ലാരും അങ്ങനെയുള്ള മരുമക്കളും ഉണ്ടായ നല്ലത്. ഓക്കെ ആൻറ്റി, ഓക്കെ. എന്തായാലും രൂത്തിനെ പറയുമ്പോൾ എപ്പോഴും ആ ഒരു അമ്മായി അമ്മയോടുള്ള ഒരു സ്നേഹം തന്നെയാണ് എപ്പോഴും പറയുന്നത് അല്ലേ. എന്തായാലും ആ രൂത്തിനെ കുറിച്ച് ആൻറ്റി വളരെയധികം ചുരുക്കിയാണ് പറഞ്ഞത്. നമുക്കെന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. യഹോവ ആർക്കെതിരായി എഴുന്നേൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യഹോവയെ അന്വേഷിക്കാത്തവർക്ക്. യഹോവയെ അതാരൊക്കെയാണ്? ദുഷ്കർമ്മിയുടെ ഗ്രഹത്തിനും ദുഷ്പ്രവർത്തിക്കാരുടെ സഹായത്തിനും വിരോധമായി എഴുന്നേൽക്കുന്നവർക്ക്. അതെ, ആൻസർ കറക്റ്റാണ്. ദുഷ്കർമ്മികളുടെ ഗൃഹത്തിനും ദുഷ്പ്രവർത്തിക്കാരുടെ സഹായത്തിനുമെതിരായി. കറക്റ്റാണ് കേട്ടോ ആൻസർ. ഇനി എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വചനം കൂടി പറയാമോ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്ത കാര്യങ്ങൾ നടത്തും. ഓക്കെ, നല്ലൊരു വചനമായിരുന്നു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം: യഹോവ മാറ്റുകയില്ലാത്തത് എന്താണ്? വചനത്തിനാണോ? അതായത് വാക്കുകളല്ലേ? വചനം മാറ്റുകയില്ല. അതെ, എൻ്റെ വചനം. കറക്റ്റാണ് ആൻസർ, വചനം. ആൻറ്റിയുടെ ബൈബിളിൽ വചനം എന്നാണ് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ ബൈബിളിൽ വാക്കുകൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും രണ്ടിനും ഒരു അർത്ഥം തന്നെയാണ്. വചനം, നമ്മുടെ വാക്കുകൾ എന്നാണ്. എന്തായാലും ആൻസർ കറക്റ്റാണ് കേട്ടോ. ഓക്കെ ആൻറ്റി, അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ആൻറ്റി. ഇപ്പോൾ കോട്ടയത്ത് നിന്നും മറിയാമ്മ ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് ആൻസർ ചെയ്തു. അതുപോലെ തന്നെയാണ് ബൈബിളിലെ മറ്റു ചില കാര്യങ്ങൾ സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോകാം. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് പണ്ടൊരു രാജ്യത്ത്, ആ രാജ്യത്തിലെ രാജകൊട്ടാരത്തിൽ വളരെയധികം ബുദ്ധിമാനായ ഒരു ഗുരുവും അതുപോലെ തന്നെയാണ് ഒരു ചക്രവർത്തിയും ഉണ്ടായിരുന്നു. ഈ ചക്രവർത്തിക്ക് എപ്പോഴും തന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും പറയുന്നത് കേൾക്കാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ഒരു കൗശലപൂർവമായ ചില ചോദ്യങ്ങൾ ചോദിക്കുവാനും ഈ ചക്രവർത്തി അതീവ മിടുക്കനാണ്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ രാജസന്നിധിയിൽ എല്ലാവരുമായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഈ ചക്രവർത്തി ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്, അവർ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ, അതൊക്കെ നമ്മുടെ നല്ല കാര്യങ്ങളായിരിക്കുമോ അതോ ഇനി മോശമായിട്ടായിരിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നിട്ട് ഈ ചക്രവർത്തി പറയുന്നുണ്ട്, ഇപ്പോൾ ഈ രാജസന്നിധിയിൽ ഉള്ളതിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ എന്ന് ഈ ചക്രവർത്തി ചോദിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ ചോദ്യം കേട്ട് ചുറ്റുമുള്ള എല്ലാവരും ഒന്ന് കുഴങ്ങിയെങ്കിലും ആ രാജഗുരു മാത്രം
ഒരു ഭാവവ്യത്യാസവും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ടില്ല. എല്ലാവരും എന്തായിരിക്കും മറ്റുള്ളവർ ചിന്തിക്കുന്നത്? രാജാവ് നല്ലൊരു ചോദ്യമാണ് ഈ ചക്രവർത്തി ചോദിച്ചത്, പക്ഷെ നമുക്കതിന് മറുപടി പറയുവാനും സാധിക്കുന്നില്ല. അപ്പോൾ തന്നെയാണ് എല്ലാവരും ചിന്തിക്കുവാൻ തുടങ്ങി, തൻ്റെ അടുത്തിരിക്കുന്നവർ ഇനി തന്നെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഈ രാജാവിനെ കുറിച്ചായിരിക്കുമോ? ഇതിന് എങ്ങനെ കറക്റ്റൊരു മറുപടി നൽകുവാൻ കഴിയും? ഇങ്ങനെയുള്ള ഓരോ ചിന്തകളായിട്ട് എല്ലാവരും സംസാരിക്കുവാനും തുടങ്ങി, മനസ്സിൽ ചിന്തിക്കുവാനും തുടങ്ങി. പക്ഷേ ഈ ഒരു അവസരത്തിൽ രാജഗുരു വളരെയധികം ബുദ്ധിപരമായിട്ട് ഈ ചക്രവർത്തിക്ക് ഒരു മറുപടി നൽകുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്ക് വീണ്ടും ഒരു കോൾ വരുന്നുണ്ട്. രണ്ടാമത്തെ കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ മണി ജോസഫ്, കോന്നിയിൽ നിന്നാണ്. കോന്നിയിൽ നിന്നും മണി ജോസഫ്. ആൻറ്റി, വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, മൂത്തമാരുടെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ആഹാ. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? കഴിച്ചു അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അവർ ദൈവമല്ല മനുഷ്യരത്രേ എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? മിസ്രൈമിനെ കുറിച്ച്. അതേ ആൻസർ കറക്റ്റാണ്, മിസ്രൈമിനെ കുറിച്ച്. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സഹായിക്കുന്നവനും സഹായിക്കപ്പെടുന്നവനും വീഴുകയും അവരെല്ലാവരും ഒരുപോലെ നശിച്ചു പോവുകയും ചെയ്യുന്നത് എപ്പോഴാണ്? സഹായിക്കുന്നവനും സഹായിക്കപ്പെടുന്നവനും വീഴുകയും അവരെല്ലാവരും ഒരുപോലെ നശിച്ചു പോവുകയും ചെയ്യുന്നത് എപ്പോഴാണ്? സഹായിക്കുന്നവനും ദൈവമല്ല മനുഷ്യരത്രേ, അവരുടെ കുതിരകൾ ആത്മാവല്ല. യഹോവ തന്റെ കൈ നീട്ടുമ്പോൾ സഹായിക്കുവാൻ ഇടുകയും സഹായിക്കപ്പെടുന്നവൻ വീഴുകയും അവരെല്ലാം ഒരുപോലെ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇപ്പോഴാണ് യഹോവയുടെ കൈ നീട്ടുമ്പോൾ, യഹോവ തന്റെ കൈ നീട്ടുമ്പോൾ. അതെ, ആൻസർ കറക്റ്റാണ്. യഹോവ തൻ്റെ കൈ നീട്ടുമ്പോൾ. കറക്റ്റാണ് കേട്ടോ ആൻസർ. ഓക്കെ. ആൻറ്റി ഇന്നൊരു പാട്ട് പാടുന്നുണ്ടോ? കൊച്ചുമോളെ കൊണ്ടൊന്ന് പാടിക്കാം. ഓക്കെ ആൻറ്റി, ഓക്കെ. ഹലോ, മോളുടെ പേരെന്താ? ജുവാന. ഓക്കെ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 9th-ലാണോ? ഓക്കെ. പാട്ട് പാടിക്കോളൂ. എന്റെ നാഥൻ എന്റെ പേരെന്റെ കൂടെ വന്നിടും, എന്റെ ആത്മഭാരമെല്ലാം അന്നു മാഞ്ഞിടും. എന്റെ നാഥൻ എന്റെ പ്രിയൻ എന്റെ കൂടെ വന്നിടും, എന്റെ ആത്മഭാരമെല്ലാം അന്നു മാഞ്ഞിടും. കർത്തനായി കാവലായി കരുണയായി കരമതായി, കർത്തനായി കാവലായി കരുണയായി കരമതായി, എന്റെ നാഥൻ എന്റെ പ്രിയൻ എന്റെ കൂടെ വന്നിടും, എന്റെ ആത്മഭാരമെല്ലാം അങ്ങ് മാഞ്ഞിടും. ലോകസ്നേഹിതർ മാറിപ്പോയിടും, വന്യരാജകൾ വന്നിടും. ലോകസ്നേഹിതർ മാറിപ്പോയിടും, വന്യരാജകൾ വന്നിടും. സ്നേഹനാഥനീകനായി കൈവിടുകില്ല, വൻകരങ്ങൾ താങ്ങി നമ്മെ വീണ്ടെടുത്തിടും. സ്നേഹനാഥനീകനായി കൈവിടുകില്ല, വൻകരങ്ങൾ താങ്ങി നമ്മെ വീണ്ടെടുത്തിടും. കർത്തനായി കാവലായി കരുണയായി പരമതായി, കർത്തനായി കാവലായി കരുണയായി കരമതായി. ഹലോ, നല്ല പാട്ടായിരുന്നു കേട്ടോ, മോള് നന്നായിട്ട് പാടി. താങ്ക് യു. ഓക്കെ. ഹലോ, കൊച്ചുമോള് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. അവള് കൊയറിലുള്ള പള്ളിക്കൊയറിലുള്ള.
ഓക്കെ ഓക്കെ, നന്നായിട്ട് പാടുന്നുണ്ട്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം: സിയോൻ പർവ്വതത്തിലും അതിൻ്റെ ഗിരിയിലും യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരുന്നത് ആരാണ്? സിയോൻ പർവ്വതത്തിലും അതിൻ്റെ ഗിരിയിലും യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരുന്നത് ആരാണ്? ആരാണ് ആൻറ്റി? ഇസ്രായേലിന്റെ പരിശുദ്ധൻ, അതായത് യഹോവ അല്ലേ? സൈന്യങ്ങളുടെ യഹോവ. കറക്റ്റാണ് ആൻസർ, സൈന്യങ്ങളുടെ യഹോവ. ഇനി ആൻറ്റി ഒരു വചനം പറയാമോ ബൈബിളിലെ? ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വചനം. നിന്റെ ആത്മാവ് സുഖമായിരിക്കുന്ന പോലെ ഞങ്ങൾ സകലത്തിലും സുഖമായിരിക്കാനെന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 3:1. ഓക്കെ, പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നതാണ്. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം: സിംഹമോ സിംഹക്കുട്ടിയോ ഇരയ്ക്കു നേരെ മുരളുമ്പോൾ അത് ആരുടെ ശബ്ദം കേട്ടാലുമാണ് ഭയപ്പെടാത്തത്? സിംഹമോ സിംഹക്കുട്ടിയോ ഇരയ്ക്കു നേരെ മുരളുമ്പോൾ അത് ആരുടെ ശബ്ദം കേട്ടാലുമാണ് ഭയപ്പെടാത്തത്? ഇടയക്കൂട്ടത്തിന്റെ ശബ്ദം കേട്ടാൽ. അതെ, കറക്റ്റാണ്. ഇടയന്മാരുടെ കൂട്ടത്തിന്റെ ശബ്ദം. കറക്റ്റാണ് കേട്ടോ ആൻസർ. ഓക്കെ ആൻറ്റി, അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. ഓക്കെ, എന്തായാലും ആൻറ്റി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഇപ്പോൾ കോന്നിയിൽ നിന്നും മണി ജോസഫ് ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻറ്റിയുടെ കൊച്ചുമകൾ ഒരു പാട്ട് പാടി, ആൻറ്റി ഒരു വചനം പറഞ്ഞു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ ചക്രവർത്തിയെയും അതുപോലെ തന്നെയാണ് ഗുരുവിനെയും കുറിച്ചാണ്. അപ്പോൾ ചക്രവർത്തിയുടെ ഈ ഒരു ചോദ്യം എല്ലാവരെയും വളരെയധികം കുഴക്കിയിരിക്കുകയാണ്. എന്തു പറയണമെന്ന് ആർക്കും അറിയില്ല. ഇനി തങ്ങൾ പറഞ്ഞത് ഇനി ചക്രവർത്തിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തങ്ങളോട് ചക്രവർത്തിക്കൊരു ചെറിയൊരു നീരസത്തിന് ഇടയാക്കും. അതുകൊണ്ട് തന്നെ ആരും ഒന്നും പറയുവാൻ തയ്യാറായിരുന്നില്ല. ഇങ്ങനെ എല്ലാവരും മിണ്ടാതിരിക്കുന്ന ഈ സമയത്ത് പെട്ടെന്ന് ഈ രാജഗുരു ഒരു എപ്പോഴത്തെയും പോലെ ഈ ചക്രവർത്തിയുടെ ഒരു ചോദ്യത്തിന് പറ്റിയൊരു നല്ലൊരു മറുപടി നൽകുകയാണ്. ഞാൻ പറയാം എന്താണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നതെന്ന്. എന്നിട്ട് ഈ ഗുരു പറഞ്ഞു, മറ്റൊന്നുമല്ല, ചക്രവർത്തിയുടെ ആരോഗ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടിയാണ് ഇവരുള്ള എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. ഇത് കേട്ടപ്പോൾ ചക്രവർത്തിക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷേ ചുറ്റുമിരുന്ന എല്ലാവരും തങ്ങൾ അതല്ല ചിന്തിച്ചത് എന്ന് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും ഇനി ചക്രവർത്തിക്ക് അത് ഇനി വിഷമത്തിന് കാരണമാക്കിയല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തിനും അതുപോലെ തന്നെയാണ് ദീർഘായുസ്സിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചില്ല എന്നറിഞ്ഞാൽ ഇനി നമ്മളോട് ദേഷ്യം തോന്നിയാലോ എന്ന് കരുതി ഗുരു പറഞ്ഞതാണ് ശരിയെന്ന് എല്ലാവരും ഒരുപോലെ സമ്മതിക്കുകയും ചെയ്തു. രാജഗുരുവിൻ്റെ ഈ ഒരു ഉത്തരം ചക്രവർത്തിക്കും വളരെ സന്തോഷമായി. എല്ലാവരും അത് തന്നെയാണ് ചിന്തിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ചക്രവർത്തിക്ക് പിന്നെ മറുപടി ഒന്നും പറയാനില്ലാതായി. കാരണം അദ്ദേഹത്തിന് അറിയാം ചുറ്റുമിരിക്കുന്ന എല്ലാവരും ഒരുപോലെ ഈ ഒരു കാര്യം ചിന്തിക്കില്ലെന്ന്. പക്ഷേ എല്ലാവരും ഞങ്ങൾ അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി ഒന്നും പറയാതെ ഗുരു പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് പറയുകയും ആ ഗുരുവിന് എപ്പോഴത്തെയും പോലെ ഒരുപാട് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ചിന്തിക്കുന്നതിനെക്കുറിച്ച് വളരെയധികം ഒരു കൗശലക്കാരനെ പോലെ ആ ഒരു ഗുരു മറുപടി പറഞ്ഞതുകൊണ്ട് ആ ചക്രവർത്തിക്കും ഒരുപാട് സന്തോഷമായി, ചുറ്റുമുള്ളവർക്കും ഒരുപാട് സന്തോഷമായി. അതുമാത്രമല്ല ആ ഗുരുവിന് ഒരുപാട് സമ്മാനങ്ങൾ ലഭിക്കുവാനും കാരണമായി. അപ്പോൾ നമ്മൾ ഏതൊരു അവസരത്തിലും ഇതേപോലെ വളരെയധികം കൗശലക്കാരനെ പോലെ വളരെയധികം ചിന്തിച്ച് മറുപടി നൽകിയാൽ ചിലപ്പോൾ നമുക്കതൊരു നല്ലൊരു കാര്യമായിരിക്കും. ചിലപ്പോൾ ഇതേ കണക്ക് സമ്മാനങ്ങൾ നൽകും, അതുപോലെ നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ലഭിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കിനി അവസാനമായിട്ടൊരു കോളും കൂടി വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, ഭജന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ റീന. റീന ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? മോളെ കൊല്ലം പ്രാക്കുളത്തു നിന്നാണ് ഞാൻ വിളിക്കുന്നത്. കൊല്ലം പ്രാക്കുളം. ഓക്കെ ആൻറ്റി. ആൻറ്റി വീട്ടിലാരൊക്കെയാണുള്ളത്? ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ 6 പേരുണ്ട് മോളെ. എനിക്ക് 2 മക്കള്, പിന്നെ മാതാപിതാക്കള്,
ഓക്കെ. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കള് 2 ആൺകുട്ടികള്, ഒരാള് +2, ആ ഒരാള് BSc നഴ്സിംഗിന് ഇപ്പൊ പഠിക്കാനായിട്ട് പോകുന്നു. ആ ആ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി മോള് ക്വസ്റ്റ്യൻ. സുഖമായിട്ടിരിക്കുന്നോ? ആ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ ആൻറ്റി, അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തു സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെയാണ്. അതെ, ആൻസർ കറക്റ്റാണ്. പക്ഷി വട്ടമിട്ട് പറന്നു കാക്കുന്നത് പോലെ. കറക്റ്റാണ് കേട്ടോ ആൻസർ. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം: നിങ്ങൾ അതികഠിനമായി എതിർത്തു ത്യജിച്ചു കളഞ്ഞവൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാൻ ആരോടാണ് ആഹ്വാനം ചെയ്യുന്നത്? ഇസ്രായേൽ മക്കളോട്. കറക്റ്റാണ്, ഇസ്രായേൽ മക്കളോട്. ഓക്കെ ആൻറ്റി, ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻറ്റി ഒരു പാട്ട് പാടുന്നുണ്ടോ? ആ പാടാം. പാടിക്കോളൂ. പാടത്തെ മോളെ. പാടിക്കോളൂ ആൻറ്റി. മണ്ണിൽ താണു വന്നവനെ ഋഷിങ്കൽ ഇവനെ കണ്ടതേ എനിക്കായി കല്ലയോ ഋഷിങ്കൽ ഇവനെ കണ്ടതേ. ഹലോ. ഹലോ. നല്ല പാടായിരുന്നു കേട്ടോ, കുറച്ചും കൂടെ പാടായിരുന്നു. ഓക്കെ മോളെ, ഇനി ഓക്കെ. അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോകാം. ചോദ്യം: നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് പാപം വരുത്തിയ എന്താണ് ആ നാളിൽ നിങ്ങളിൽ ഓരോരുത്തരും എറിഞ്ഞു കളയുന്നത്? നിങ്ങളുടെ പാപത്തിനായി വെള്ളിയും പൊന്നും കൊണ്ടുണ്ടാക്കിയ മിഥ്യാമൂർത്തികളെയാണ് നമ്മൾ ത്യജിച്ചു കളയുന്നത്. ഓക്കെ, ആൻസർ കറക്റ്റാണ്. വെള്ളിയും പൊന്നും കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങൾ, മിഥ്യാമൂർത്തികൾ, വിഗ്രഹങ്ങൾ. ഓക്കെ, എന്തായാലും കറക്റ്റാണ് കേട്ടോ ആൻസർ. ഓക്കെ. ഇനി ബൈബിളിലെ ഒരു വചനം പറയാമോ ആൻറ്റി? ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വചനം. നമ്മളെ കാണാതെ പറഞ്ഞോളൂ. നോക്കി വായിച്ചാലും പ്രശ്നമൊന്നുമില്ല, ആൻറ്റി പറഞ്ഞോളൂ. ആകയാൽ മലാക്കി 1:9 ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചു കൊള്ളുവേ. നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു, അവന് നിങ്ങളോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഓക്കെ. ആൻറ്റിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വാക്യമാണോ? എന്നെ നല്ലോണം ബലപ്പെടുത്തുന്ന ഒരു വാക്യം. കാര്യം നമ്മുടെ യഹോവ നമ്മളെ നടത്തുന്നുള്ളൊരു ഉറപ്പ് ആ വാക്യം വായിക്കുന്ന എനിക്ക് കിട്ടും മോളെ. എന്തായാലും നല്ലൊരു വചനമായിരുന്നു. നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം: മനുഷ്യൻ്റേതല്ലാത്ത വാളാൽ വീഴുന്നതും വാളിന് ഇരയായി തീരുന്നതും ആരാണ്? മനുഷ്യൻ്റേതല്ലാത്ത വാളാൽ വീഴുന്നതും വാളിന് ഇരയായി തീരുന്നതും ആരാണ്? അശൂർ. ആൻസർ കറക്റ്റാണ്, അശൂർ. ഓക്കെ ആൻറ്റി, അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും ആൻറ്റി ഇന്ന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. എനിക്ക് ഞാൻ ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് ഇപ്പൊ കാണുന്നുണ്ട്. എനിക്ക് വളരെ അനുഗ്രഹമാണ്. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് എപ്പോഴും പ്രാർത്ഥിക്കും. ഓക്കെ ആൻറ്റി. അപ്പോൾ ആൻറ്റി ഓർത്ത് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും. താങ്ക് യു. ഇപ്പോൾ കൊല്ലത്ത് നിന്നും റീന ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും വളരെയധികം കറക്റ്റായിട്ട് തന്നെ ആൻസർ നൽകി. അതുപോലെ തന്നെയാണ് ഒരു പാട്ടുപാടി, പിന്നെ ഒരു നല്ലൊരു വചനം പറഞ്ഞു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് ആ ചക്രവർത്തിയെയും വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ ഗുരുവിനെയും കുറിച്ചാണ്. അപ്പോൾ നമ്മളും ഇതുപോലെ നമ്മുടെ ഓരോ അവസരങ്ങളിലും വളരെയധികം ചെറിയൊരു കൗശലതയോടുകൂടി ചെറുതായിട്ടൊന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ചിലയിടത്തൊക്കെ നമ്മളൊന്ന് താഴ്ന്നു പോകാതെ ഒന്ന് ഉയർന്നു വരുവാൻ ഇടയാകും. അപ്പോൾ എപ്പോഴും
ഇതേ കണക്ക് ഒരു കൗശലത്തോടുകൂടി ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. ഏതായാലും വചനസമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.